ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്ന തനി നാടൻ സാമ്പാറാണ്, അഥവാ നമ്മുടെ കേരള സാമ്പാറാണ്. വളരെ പെട്ടെന്ന് ബാച്ചിലേഴ്സിന് പോലും തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാമ്പാറാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. കഷ്ണങ്ങളൊന്നും ഒട്ടും കുഴഞ്ഞു പോകാതെ ഉടയാതെ നമുക്ക് ഈ സാമ്പാർ തയ്യാറാക്കാം. ഞാനിവിടെ വറുത്തരച്ചിട്ടാണ് തേങ്ങ വറുത്തരച്ചിട്ടാണ് സാമ്പാർ തയ്യാറാക്കിയിരിക്കുന്നത്. സാമ്പാർ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 1/4 കപ്പ് തൂവര പരിപ്പാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കനം കുറഞ്ഞ പരിപ്പാണ്. അത് നന്നാക്കിയിട്ടൊന്ന് കഴുകിയിട്ട് നമുക്ക് കുതിർത്തി വെക്കാം. ഒരു അരമണിക്കൂർ നേരമെങ്കിലും കുതിർത്തി വെക്കണം. ഇനി നമുക്ക് വറുത്തരയ്ക്കുന്നതിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, 5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില, അതുപോലെ തന്നെ നമ്മുടെ ഒരു ചെറിയ കഷ്ണം കായം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് തേങ്ങയും എടുത്തിട്ടുണ്ട്, ഒരു അരമുറി തേങ്ങ. ചെറിയ തേങ്ങയാണ് അരമുറി തേങ്ങ മതി, അല്ലെങ്കിൽ നമുക്ക് 1 കപ്പ് തേങ്ങ എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് കായം അതിലേക്ക് ഇട്ടിട്ട് നന്നാക്കി കായം നമുക്ക് ആദ്യം തന്നെ മൂപ്പിച്ചിട്ടെടുക്കാം. അതിനുശേഷം കറിവേപ്പിലയും ഇട്ടിട്ട് അതൊന്ന് മൂത്തിട്ട് വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ തൂവരപ്പരിപ്പ് കഴുകിയെടുത്തത് അതും ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് വറവായിട്ട് വരുമ്പോൾ നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നാക്കി തന്നെ വഴറ്റിയിട്ട് എടുക്കാം. ഇനി അതിലേക്ക് നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ എത്രത്തോളം കറി ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് വേണം അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഏകദേശം ഒന്ന് വറവായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ തീ എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കുക. തേങ്ങയൊന്ന് ചെറുതായിട്ട് ബ്രൗൺ നിറമായിട്ട് വരുമ്പോഴത്തേക്ക് ലോ സിമ്മിൽ തന്നെ ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആയിട്ട് വരുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് ലാസ്റ്റിലേക്ക് ചേർത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ്. നമ്മളിപ്പോൾ തേങ്ങ വറുക്കുന്ന സമയത്ത് ലാസ്റ്റിലേക്ക് ഇങ്ങനെ സാമ്പാർ പൊടി ഇട്ടൊന്ന് വറുത്തെടുക്കുമ്പോൾ നമ്മുടെ സാമ്പാറിനൊരു പ്രത്യേക രുചി തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ വറുത്തെടുത്തൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാറിലേക്ക് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് വെണ്ടയ്ക്ക, 1 വഴുതനങ്ങ, 2 ഉരുളക്കിഴങ്ങ്, 1 വാഴക്ക അഥവാ പച്ചക്കായ, 1 വലിയുള്ളി, ഒരു ചെറിയ കഷ്ണം ചേന, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം വെള്ളരി. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് സാമ്പാറിലേക്ക് ഇതിലും കൂടുതൽ കഷ്ണങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത്രയേ എടുത്തിട്ടുള്ളൂ. നമുക്ക് അച്ചിങ്ങാപ്പയറും അതുപോലെ തന്നെ മത്തൻ അതുപോലെയുള്ള കഷ്ണങ്ങളൊക്കെ സാമ്പാറിലേക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ അതിൽ വിട്ടുപോയതൊരു മുരിങ്ങക്കായുടെ ഉണ്ടായിരുന്നു. മുരിങ്ങക്കായ ഞാനിവിടെ നന്നാക്കി എടുത്തിട്ടുള്ളതാണ്. കഷ്ണങ്ങളൊക്കെ ഞാൻ തൊലിയൊക്കെ ചെത്തി നന്നാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സാമ്പാറിലേക്ക് വേണ്ടിയിട്ട് ഒന്ന് നന്നാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. സാമ്പാർ കഷ്ണങ്ങൾ പൊതുവെ അരിഞ്ഞെടുക്കുന്ന സമയത്ത് നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം. ഇത് കോഴിക്കോടൻ രീതിയിലുള്ള സാമ്പാറാണ് അപ്പം ഞങ്ങളിവിടെ കഷ്ണങ്ങളൊക്കെ നീളത്തിലാണ് അരിയാറ്. ഇപ്പോൾ 2 ഉരുളക്കിഴങ്ങ് ഞാനിവിടെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കാവുന്നതാണ്. ചേനയും നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കാം. നമുക്ക് കുക്കറിലും സാമ്പാർ ഇതുപോലെ വെക്കാവുന്നതാണ്. അങ്ങനെയാവുന്ന സമയത്ത് നമുക്ക് പരിപ്പ് ആദ്യം വേവിച്ചതിന് ശേഷം വെക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സാമ്പാർ വേവിക്കാൻ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ സാമ്പാർ വേവിക്കുന്നത് ഒരു മൺചട്ടിയിലാണ്. മൺചട്ടിയിൽ നമുക്ക് ആദ്യം തന്നെ കുതിർത്തി വെച്ചിരിക്കുന്ന നമ്മുടെ തൂവരപ്പരിപ്പ് ആ കുതിർത്തി വെച്ചിരിക്കുന്ന വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിപ്പോൾ അരമണിക്കൂർ മുന്നേ കുതിർത്തി വെച്ചിരിക്കുന്നതാണ്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ പരിപ്പ് കുറച്ചുകൂടി പെട്ടെന്ന് വെന്തിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ കുക്കറിലൊക്കെ ആണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം പരിപ്പൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പം നമുക്ക് ആദ്യം തന്നെ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് വേവുള്ള കഷ്ണങ്ങളാണ്. അതോടൊപ്പം തന്നെ കുറച്ച് ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിക്ക് അത്ര വേവൊന്നുമില്ല, എങ്കിലും ആ കഷ്ണത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം വേവുള്ള കഷ്ണങ്ങളൊന്ന് പകുതി വേവായി കഴിയുമ്പോൾ നമുക്ക് വേവ് കുറഞ്ഞ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊന്നും അധികം കുഴഞ്ഞു പോകാതെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് കഷ്ണങ്ങളൊക്കെ വേവുന്നതിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഷ്ണങ്ങളൊന്ന് ആദ്യം തന്നെ വേവിച്ചിട്ടെടുക്കാം. ഇനി ഈ കഷ്ണങ്ങളിലേക്കൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം.
ഞാനിവിടെ കല്ലുപ്പാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പൊക്കെ പിന്നീട് ആവശ്യമായിട്ട് വരുമ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്താ അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എരിവിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി അഥവാ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ ഈ കഷ്ണങ്ങളൊന്ന് ഹാഫ് വേവ് ആകുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പ് ഒന്ന് വെന്തിട്ട് വന്നോളും. പരിപ്പ് നമ്മൾ കുതിർത്തി എടുത്തതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് വന്നോളും. ഇപ്പോൾ ഇതാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ബാക്കിയുള്ള കഷ്ണങ്ങളോട് ചേർത്ത് കൊടുക്കാം. മുരിങ്ങക്കായ, വെണ്ടയ്ക്ക, അതുപോലെ തന്നെ വഴുതനങ്ങ. ഇതൊക്കെ കുറച്ച് വേവ് കുറവുള്ളതാണ്. അതുമല്ല നമ്മളിത് കുറച്ചുകൂടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ കഷ്ണങ്ങൾ ഉടയാതെ കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് കഷ്ണങ്ങളൊക്കെ വേവിക്കുന്ന സമയത്ത് അതിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് തന്നെ വേവിച്ചെടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കിതാ സാമ്പാറിൻ്റെ കറിക്ക് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. ഇനിതാ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക്, അതുപോലെ തന്നെ തക്കാളി ഇത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 പച്ചമുളകാണ് നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 തക്കാളി, മീഡിയം സൈസിലുള്ള 2 തക്കാളി അത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് സാമ്പാർ പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തേങ്ങ വറക്കുന്ന സമയത്ത് ഞാനിവിടെ തേങ്ങ വറുത്തിട്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേനും 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഒരു 2 ടേബിൾ സ്പൂണും കൂടി ചേർത്തിട്ടപ്പം മൊത്തം 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഉപ്പ് പോരായ്മ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലൊഴിച്ചിരിക്കുന്നത് പുളിവെള്ളമാണ്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നന്നായിട്ട് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിർത്തി എടുത്തിട്ടുള്ള ജ്യൂസാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചിരിക്കുന്നത്. അതിനുശേഷം എന്താ നമുക്ക് അറുത്തരച്ച തേങ്ങ അത് ഞാനിവിടെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം നമ്മൾ കുതിർക്കാൻ വെക്കുന്ന സമയത്ത് തിളപ്പിച്ചാറിയ വെള്ളത്തിലോ ചെറു ചൂടുവെള്ളത്തിലോ ഇട്ടിട്ട് വയ്ക്കാം. അപ്പം തന്നെ പെട്ടെന്നൊന്ന് കുതിർന്ന് വന്നോളും. ഇപ്പോൾ 1/2 കപ്പ് പുളിവെള്ളം ഞാൻ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തേങ്ങയൊന്ന് ആട്ടിയെടുത്തിട്ടുള്ള ആ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി നമ്മൾ ഈ കറിയിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വന്നാൽ മാത്രം മതി. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലയും ചേർത്ത് കുരുമുളകും ചേർത്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡിയായി. സദ്യയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ ഇത്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകാത്ത രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ സാമ്പാറിലേക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഗ്രേവി എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് വെള്ളമൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കാം. ഇപ്പോൾ സാമ്പാറൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാറിലേക്കുള്ള വറവൊന്ന് താളിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ അത് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ കടുക് അതും പൊട്ടിയതിന് ശേഷം നമുക്ക് ഒരു 3 വറ്റൽമുളകും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ വറവ് നമ്മുടെ സാമ്പാറിലേക്ക്
ഒഴിക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ കേരള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സദ്യയുടെ കൂടെയും അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു സാമ്പാറാണ് കേട്ടോ ഇത്. കഷ്ണങ്ങളൊക്കെ ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല രീതിക്ക് തന്നെ നമുക്ക് സാമ്പാർ കിട്ടിയിട്ടുണ്ട്. സാമ്പാറിൽ പൊതുവേ കുറേ കഷ്ണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് സാമ്പാർ തയ്യാറാക്കാറ്. ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം കുറച്ച് പച്ചക്കറികൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്